വെൽക്കം ടു ദേവൂസ് ക്രിയേഷൻസ്. ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഗാർഡൻ പരിചയപ്പെടുത്തുന്ന വീഡിയോ ഇട്ടിരുന്നു. ഇപ്പോൾ എൻ്റെ ചെടികളെല്ലാം കുറച്ചും കൂടി ബെറ്ററായി. പിന്നെ കുറേ പൂക്കളും ചെടികളൊക്കെ വന്നു. ബൊഗൈൻ വില്ലാസും അഡീനിയും ഒക്കെ പൂത്തു. അപ്പോൾ ഇത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ബൊഗൈൻ വില്ല കുറേ പൂവൊക്കെ പൂത്തു. ഇതിൽ ഇത് പിങ്ക് ബൊഗൈൻവില്ല, അതും നിറയെ പൂത്തു. റെഡ് ബൊഗൈൻവില്ല, ഇത് അഡീനിയം പൂത്തു. റെഡ് കളർ അഡീനിയം. പിങ്കും വെള്ളയും കൂടി വന്നിട്ടുള്ള പർപ്പിൾ ഗ്രൗണ്ട് ഓർക്കിഡ്, യെല്ലോ ഗ്രൗണ്ട് ഓർക്കിഡ്. ഇത് പോർട്ടുലാക്കയും 10 മണിയും. നേരത്തെ കുറേ പൂവൊക്കെ പൂക്കുമായിരുന്നു. ഇത് പിന്നീട് വച്ചതാണ്. യൂഫോർബിയ, ഇതിലും കുറേ പൂവൊക്കെ വന്നിട്ടുണ്ട്. ഇത് കുഞ്ഞ് യൂഫോർബിയ, ഇതിൽ ഒരുപാട് പൂവുകൾ വന്നിട്ടുണ്ട്. യൂഫോർബിയയ്ക്ക് വലിയ പരിചരണമൊന്നും വേണ്ട. പൂ കുറേ കാലം നിൽക്കും. ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ്, ഈ പൂവൊക്കെ കാണുമ്പോൾ. ശംഖുപുഷ്പവും റേഡിയോ ചെടിയും കൂടി തെങ്ങിൽ വളർന്നിരിക്കുകയാണ്. ശംഖുപുഷ്പം പൂത്തിട്ടുണ്ട്, റേഡിയോ ചെടി വളർന്നു വരുന്നതേ ഉള്ളൂ. ഇത് ഓർക്കിഡ്. ഇത് ഒരെണ്ണം കോളിയസ് ആണ്. ഇതും കുറേ ശിഖരങ്ങളൊക്കെ ഇലകളൊക്കെ വന്നു. നല്ല ഭംഗിയുണ്ടല്ലേ ഇത് കാണാൻ. ഇത് ബിഗോണിയ. ഇതിൽ പൂക്കളും ഉണ്ട്, പക്ഷേ ഇതിൻ്റെ ഇലയ്ക്കാണ് ഭംഗി. ഇതാണ് ഇതിൻ്റെ പൂവ്, പക്ഷെ ഇലയ്ക്കാണ് കൂടുതലും ഭംഗിയുള്ളത്. കോഴിപ്പൂവ് ടൈൽസിൻ്റെ ഇടയിൽ കൂടി മുളച്ച് വന്നതാണ്, പാവം. ഇതൊരെണ്ണം കോളിയസ് ആണ്. ഇതിന് എൻ്റെ പൂച്ചക്കുട്ടി ലിറ്റിയാണ് പേര്. പൂച്ചക്കുട്ടി ലിറ്റി ഉറങ്ങണയാണ്. ഇത് അഗ്ലോണിമ. ഇത് ഞാൻ കല്ലിൽ പെയിൻ്റ് അടിച്ച് അലങ്കാരത്തിന് വേണ്ടി വച്ചിരിക്കുകയാണ്. ചട്ടിയിൽ പെയിൻ്റ് അടിച്ച്. ഇത് ബിഗോണിയ, ഇതിൻ്റെയും ഇലയ്ക്കാണ് ഭംഗി. ഇത് മണി പ്ലാന്റ് വച്ചിരിക്കുന്നതാണ്. മണി പ്ലാന്റും വളർന്നു കുറച്ച്. ഇത് മുളയിൽ പെയിൻ്റ് അടിച്ചത്. ഇതും മുളയിൽ പെയിൻ്റ് അടിച്ചതാണ്. ഇത് ബിഗോണിയ. ഇതിലും പൂവുണ്ട്, ഇലയ്ക്കും ഭംഗിയാണ്. ഇത് കോളിയസ് ആണ്. ഇതൊരു അലങ്കാര ചെടിയാണ്. ഇത് അഗ്ലോണിമ. ഇത് ഒരെണ്ണം അഗ്ലോണിമയാണ്. ഇതിൻ്റെ ഇലയൊക്കെ നല്ല ഡിസൈനൊക്കെ ഉള്ള ഇലയാണ്. ഇത് ബിഗോണിയ. ഇതും ഒരു അലങ്കാര ചെടിയാണ്. ഇതിന് വെള്ള കളർ പൂവുണ്ട്, കുഞ്ഞ്. ബാൾസം, പിങ്ക് കളർ ബാൾസം. ഇത് കോളിയസ്. ഇത് ഓർക്കിഡാണ്, വയലറ്റ് കളറ്. പൂവും കൊഴിഞ്ഞു പോയി, നേരത്തെ പൂ ഉണ്ടായിരുന്നു. ഇതാണ് കോളിയസ്. സ്പൈറൽ പോട്ടാണ് രണ്ടും. ഇതിൽ കൂടുതലും 10 മണിയും പോർട്ടുലാക്കയാണ് വച്ചിരിക്കുന്നത്. ഇതിൽ ടർട്ടിൽ വൈനൊക്കെ നല്ല ബെറ്ററായിട്ട് വരുന്നുണ്ട്. ഇത് സ്പൈഡർ പ്ലാന്റ്. ഇതിൻ്റെ ഇലയൊക്കെ നല്ല ഡിസൈനുള്ള ഇലയാണ്. ഇതും ഒരെണ്ണം സ്പൈഡർ പ്ലാന്റ് ആണ്. ഇത് ഗ്രൗണ്ട് ഓർക്കിഡ്. ഇതിൻ്റെ പൂ പൊഴിഞ്ഞു പോയതാണ്. ഇതും ഗ്രൗണ്ട് ഓർക്കിഡ്. ഇത്
കോഴിപ്പൂവ്, അത് വളർന്നു വരുന്നതേ ഉള്ളൂ. ഇത് ഫാൻ, ഇത് ലില്ലി, ഇത് ചിലപ്പോഴൊക്കെ പൂക്കുള്ളൂ. ഇതൊക്കെ ടർട്ടിൽ വൈനും 10 മണിയൊക്കെ വച്ചിരിക്കുന്നതാണ്. ഇതൊരെണ്ണം ഹാങ്ങിങ് പ്ലാന്റ് ആണ്, നല്ല പറ്റി പിടിച്ച് വരും. ഇതിനൊക്കെ തണലുള്ള സ്ഥലത്ത് വയ്ക്കണം, ടർട്ടിൽ വൈനും ഈ ഹാങ്ങിങ് പ്ലാന്റും ഒക്കെ. ഇനി ഇത് ചുമരിൽ പറ്റിപ്പിടിക്കുന്ന ഒരു ചെടിയാണ്. ഇത് രണ്ടും, ഇതും ഇത് മുളയിൽ കുറച്ച് പെയിൻ്റ് അടിച്ചിട്ട് പിന്നെ ടർട്ടിൽ വൈൻ വച്ചിരിക്കുന്നതാണ്. ഇത് ആന്തൂറിയത്തിന് മൊട്ട് വരുന്നുണ്ട്. ഇത് ടർട്ടിൽ വൈൻ തണലത്താണ് വച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ പച്ചയായിട്ട് നല്ല ഭംഗിയായിട്ട് വരുന്നത്. ഇത് യൂഫോർബിയ, ഇത് വാട്ടർ ക്യാബേജും ആമ്പലും വച്ചിരിക്കുന്നതാണ്. ഇത് റോസ, വല്ലപ്പോഴേ പൂക്കുള്ളൂ, ഇപ്പോൾ ഒരു പൂവുണ്ട്. ഇതൊരെണ്ണം അലങ്കാര ചെടിയാണ്. ഇത് പലതരം ഓർക്കിഡ് വച്ചിരിക്കുന്നതാണ് പെരുമരത്തിൽ. വെള്ള, വയലറ്റ്, പല കളറൊക്കെ ഉണ്ട്. ഇത് വെള്ള കളർ വിങ്കയാണ്, നന്നായിട്ട് ബെറ്ററായിട്ട് വരുന്നുണ്ട് വിങ്ക. ഇത് തെച്ചിക്ക് ഇലകളൊക്കെ വന്നു തുടങ്ങി. ഇത് നേരത്തെ പൂവുണ്ടായിരുന്നു, ചെറിയ മുട്ടകളൊക്കെ വരുന്നുണ്ട്. പിങ്ക് കളർ തെറ്റിയാണിത്. ഇതൊരെന്നെ അലങ്കാര ചെടിയാണ്, ഇതിൻ്റെ ഇലയ്ക്ക് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ്, ഇതിൻ്റെ ഇല ബട്ടർഫ്ലൈ പോലെ ഇരിക്കും. ഇതൊരെന്നെ അലങ്കാര ചെടിയാണ്, ഇപ്പോൾ വച്ചതേ ഉള്ളൂ. ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. മണി പ്ലാന്റ് പൈപ്പിൽ കയറ് കെട്ടി വച്ചിരിക്കുന്നതാണ്. ഇതും വളർന്നിട്ടുണ്ട് കുറേ. ഇത് കുപ്പിയിൽ വെള്ളം നിറച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതിലും കുറേ ഇലകളൊക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ബോട്ടിലായിട്ടാണ് ഞാൻ ചെയ്ത. ഇതും ഞാൻ ചെയ്ത ബോട്ടിലായിട്ടാണ്. ഇതിൽ മണി പ്ലാന്റ് വെച്ചിരിക്കുന്നതാണ്. ഇത് ഞാൻ ചെയ്ത വർക്കാണ്, കല്ലിലും ടൈൽസിലും ഒക്കെ ചെയ്ത. ഇത് മണി പ്ലാന്റ് ആണ്, ഗ്ലാസ്സിൽ വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ വച്ച ചെടികളാണ്, അലങ്കാര ചെടികളാണ്. ഇത് കോളിയസ്, ഇത് ബാൾസം, ഇത് ഗ്രാസ് പ്ലാന്റ്, അഗ്ലോണിമ, ഇത് സ്നേക്ക് പ്ലാന്റ്, ഇത് കോളിയസ്, ഇതെല്ലാം കോളിയസ് ആണ്. ഇത് വേറൊരു കോളിയസ് ആണ്. ഇത് ശ്രിമ്പ് ലോലിപോപ്പ് എന്ന് പറയും. നിറയെ പൂകളുണ്ട്. വിങ്ക പിങ്ക് കളറും ഉണ്ട്, വൈറ്റ് കളറും ഉണ്ട്. പിങ്ക് കളർ വിങ്ക. ഇത് സ്നേക്ക് പ്ലാന്റ്, അതിനോടൊപ്പം പോർട്ടിലാക്കിയുണ്ട്. ബ്ലീഡിങ് ഹാർട്ട്. ഇതിൽ നേരത്തെ പൂവുകളുണ്ടായിരുന്നു, ഇപ്പോൾ കൊഴിഞ്ഞു പോയതാണ്, ഇപ്പോൾ പൂക്കുന്നില്ല. ഇത് ചുവരിൽ പറ്റി പിടിക്കുന്ന ഒരെണ്ണം പ്ലാന്റ് ആണ്. ഇത് ചുവരിൽ പറ്റി പിടിക്കുന്ന. ഇത് ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ്. ടർട്ടിൽ വൈൻ, ഇത് ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഓർക്കിഡ്, ഇത് ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇതിന് മഞ്ഞപ്പൂവാണ്, മൊട്ട് വന്നിട്ടുണ്ട്. ഇതാണ് ഹാങ്ങിങ് പ്ലാന്റ്. ഇതൊരു അലങ്കാര ചെടിയാണ്, ഹാങ്ങിങ് പ്ലാന്റ്. ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. പിന്നെ ഇത് പെക്ടൂണിയക്ക് അങ്ങനെ പൂവുകളൊക്കെ വന്നു. ഇതിന് പിച്ചി ഇങ്ങോട്ട് പോകുന്നുണ്ട്, അവിടെ നിന്ന് മുല്ല ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇത് തെച്ചി, പിങ്ക് കളർ തെച്ചി. ഇത് കോഴിപ്പൂവ് വളർന്നു വരുന്നുണ്ട്, കോഴിപ്പൂവ്. ഇത് തെച്ചിക്ക് നിറയെ മുട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇത് ടെക്കോമ വല്ലപ്പോഴൊക്കെ പൂക്കുള്ളൂ. അതിൻ്റെ പൂ നല്ല ഓറഞ്ച് കളറാണ്.
കാണുമ്പോൾ എന്ത് സന്തോഷമാണെന്നറിയോ. ഈ ചെടികളോടൊക്കെ ഇരിക്കുമ്പോൾ നല്ലൊരു സന്തോഷം ഉന്മേഷമാണ് കിട്ടുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ അവൈലബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. നമുക്ക് അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ. ലിറ്റി ബൈ ബൈ. ബൈ ബൈ.